ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് ടൊമാറ്റോ ഫേസ് പാക്കാണ്. ടൊമാറ്റോ ഫേസ് പാക്കായിട്ട് ഇതിന് ഉപയോഗിക്കാം, ടൊമാറ്റോ സ്ക്രബ്ബറുമായിട്ട് ഇതിന് ഉപയോഗിക്കാം. ഈ സ്ക്രബ്ബർ അല്ലെങ്കിൽ ഈ ഫേസ് മാസ്ക് നമ്മുടെ സ്കിന്നിന്, അതായത് മുഖത്തിന് നമുക്ക് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടി സഹായിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫങ്ഷന് പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോയും കാപ്പിപ്പൊടി, ഇച്ചിരി അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫേസ് പാക്ക് രാത്രി മുഖമൊക്കെ വാഷ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല ഉറക്കം വേണം. നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ടത് നല്ല ഉറക്കമാണ്. സ്കിന്നിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത് നന്നായിട്ട് 8 മണിക്കൂർ ഉറങ്ങണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു ഉറക്കം കൂടി കിട്ടിയാൽ പിറ്റേ ദിവസം എണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാം. ഒരു ദിവസം കൊണ്ട് ഒരുപാട് റിസൾട്ട് കിട്ടും എന്നല്ല പറയണേ, എങ്കിലും കണ്ടിന്യൂസ് ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് ഒരു മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് ശരിക്കും ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ടൊമാറ്റോയുടെ പൾപ്പ്. അതിൻ്റെ പൾപ്പ് എടുത്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയുടെ പീസ് എടുത്ത് ആ പാക്കിൽ മുക്കിയെടുത്തതിന് ശേഷം പതുക്കെ ഒരു സ്ക്രബ് ചെയ്തെടുക്കുക. പതുക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിന്നെ പിമ്പിൾസ് ഉണ്ടായതിൻ്റെ മാർക്സും പിന്നെ നല്ല പിമ്പിൾസൊക്കെ ചിലപ്പോൾ ഉണങ്ങി നമ്മുടെ ഫേസിലിരിക്കുന്നുണ്ടാവും, അതൊക്കെ പോകാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ താടയുടെ അവിടെയുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ്, മൂക്കിലുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഇതെല്ലാം പോകാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല രീതിയിൽ നന്നായിട്ട് ഫേസിലിട്ട് ഉരയ്ക്കരുത്, അല്ലാതെ നല്ല രീതിയിൽ ഈ ഫേസ് പാക്ക് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്ലോ കിട്ടും. പിന്നെ ടൊമാറ്റോയും കാപ്പിപ്പൊടി നമ്മുടെ ഫേസിന് നല്ലൊരു സ്ക്രബ്ബറാണ്, നല്ലൊരു പോളിഷറാണ്. നമ്മുടെ സ്കിൻ നല്ല പോളിഷ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കാപ്പിപ്പൊടി. അപ്പോൾ അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കാണാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. സ്കിന്ന് പലരുടെയും പല വിധത്തിലുള്ള സ്കിന്നുകളാണ് എങ്കിലും ബ്യൂട്ടി പാർലറൊക്കെ പോയി കണ്ട കെമിക്കലൊക്കെ അപ്ലൈ ചെയ്ത് സ്കിന്ന് ഡാമേജ് ആവുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 10 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇത് ഡ്രൈ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് മുഖമൊക്കെ തുടച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നോർമൽ വാഷാണ് ചെയ്യുക, നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ചാ.